അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1373, സൂറത്തു യൂസുഫ് 4 മുതൽ 6 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. إذ قال يوسف لأبيه. യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. യാ അബത്തി, എന്റെ ഉപ്പ, ഇന്നി റഅയ്തു, നിശ്ചയം ഞാൻ കണ്ടിരിക്കുന്നു, 11 കൗക്കബൻ, 11 നക്ഷത്രത്തെ, വശംസ വൽ ഖമറ, സൂര്യചന്ദ്രനെയും, റഅയ്തുഹും ലീ സാജിദീൻ, അവരെല്ലാവരും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടിരിക്കുന്നു. സ്വപ്നം കണ്ട കഥയാണ് പറയണത്. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന്. ഖാല, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എന്ന പിതാവ് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ മോനെ, ലാ തഖസ്സുസു റുയാക, നിന്റെ സ്വപ്നം നീ പറയരുത്, അലാ ഇഖ്വതിക, നിന്റെ സഹോദരന്മാരോട്, ഫയക്കീദൂ ലക കൈദാ, അങ്ങനെ പറഞ്ഞാൽ അവർ നിനക്കെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കും. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ, നിശ്ചയം പിശാച് മനുഷ്യന് വ്യക്തമായ ശത്രുവാണ്. വകദാലിക, ഇപ്രകാരം, അഥവാ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിന്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നിനക്ക് വിവരം കിട്ടിയതുപോലെ, ഇജ്തബീക റബ്ബുക്, നിന്റെ നാഥനായ അള്ളാഹു നിന്നെ പരിഗണിക്കും, തെരഞ്ഞെടുക്കും. വയുഅല്ലിമുക മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നിനക്ക് അള്ളാഹു പഠിപ്പിച്ചു തരികയും ചെയ്യും. വയുത്തിമ്മു നിഅമതഹു അലൈക, അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലിൽ അവൻ പൂർത്തിയാക്കി തരികയും ചെയ്യും. വഅലാ ആലി യാക്കൂബ, യാക്കൂബ് നബിയുടെ കുടുംബത്തിന്റെ മേലിലും അള്ളാഹു അനുഗ്രഹം പൂർത്തിയാക്കി തരും. കമാ അത്തമ്മഹ, അള്ളാഹു അവന്റെ നിഅമത്ത് പൂർത്തിയാക്കി കൊടുത്തതുപോലെ, അലാ അബവൈക മിൻ ഖബൽ, മുമ്പ് നിന്റെ 2 പിതാക്കളുടെ മേലിൽ, അതായത് ഇബ്രാഹിം വ ഇസ്ഹാഖ്, ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും മേലിൽ അവന്റെ അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കി കൊടുത്തതുപോലെ നിങ്ങൾക്കും അതേപോലെ യാക്കൂബ് നബിന്റെ കുടുംബത്തിനും അള്ളാഹു അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരും. ഇന്ന റബ്ബക അലീമുൻ ഹക്കീം, നിശ്ചയം തങ്ങളുടെ നാഥനായ അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അല്ലാഹു തആല പറഞ്ഞു തുടങ്ങുകയാണ് ഇവിടെ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ പിതാവായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, പിതാവായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുകയാണ്. എന്താ പറയണത്? യാ അബത്തി, എന്റെ ഉപ്പ, ഇന്നി റഅയ്തു 11 കൗകബൻ, ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു സ്വപ്നത്തിൽ. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കണ്ടു. റഅയ്തുഹും ലീ സാജിദീൻ, അവരെല്ലാവരും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന്. അപ്പൊ ഈ ചരിത്രം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാം, അതേപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം, അവരെയൊക്കെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ത്? യൂസുഫ് നബിയെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ പറയുന്നു,
അൽ കരീമു ബിനിൽ കരീമി ബിനിൽ കരീമി ബിനിൽ കരീമി യൂസുഫ് ബിനു യാക്കൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം. മാന്യൻ, മറ്റൊരു മാന്യന്റെ മകൻ, വേറൊരു മാന്യന്റെ മകൻ, വേറൊരു മാന്യന്റെ മകൻ. അതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മകൻ, ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിന്റെ മകൻ, യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ മകൻ, യൂസുഫ് നബി അലി ഇസ്ലാം എന്ന്. അവ ഈ പരമ്പര, പ്രവാചകന്മാരുടെ ഒരു പാരമ്പര്യം തന്നെ ഇവിടെ കാണാൻ സാധിക്കുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഏതായാലും യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു പ്രത്യേക സ്വപ്നം കണ്ടു, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്ന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്താ? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൂടാതെ 11 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു തനിക്ക്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളായിട്ട് 11 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതാവും പിതാവുമാണ്. വാസ്തവത്തിൽ മാതാവ് എന്ന് പറഞ്ഞതുകൊണ്ട് നേരെ മാതാവല്ല ഉദ്ദേശിക്കുന്നത്, മാതാവിന്റെ സഹോദരിയാണ് ഉദ്ദേശിക്കുന്നത് എന്നും മുഫസ്സിറുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യയിലുള്ള മക്കളല്ല ഇവരെല്ലാവരും. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉൾപ്പെടെ 12 മക്കൾ ഉണ്ടായിരുന്നു, ആൺകുട്ടികളുണ്ടായിരുന്നു യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്. അതിൽ 6 മക്കൾ ലയ്യ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്നും, 2 മക്കൾ റാഹേൽ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്നും, പിന്നെ 2 കുട്ടികൾ റാഹേൽ എന്നവർ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് സമ്മാനിച്ച അടിമ സ്ത്രീയിൽ നിന്നും, 2 മക്കൾ ലയ്യ എന്നവർ സമ്മാനിച്ച അടിമ സ്ത്രീയിൽ നിന്നുമുള്ളവരായിരുന്നു. യൂസുഫും ബിന്യാമീനും അവരായിരുന്നു ഒരേ ഉമ്മാന്റെ മക്കൾ. അവരുടെ ഉമ്മാന്റെ പേര് റാഹേൽ എന്നാണ്. ഉമ്മ റാഹേല് നേരത്തെ മരണപ്പെട്ടു. ബിന്യാമീൻ എന്ന കുട്ടിയെ പ്രസവിക്കുന്ന പ്രസവവേദനയോടുകൂടെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് അവർ മരണപ്പെട്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്തായാലും യൂസുഫ് നബി അലൈഹി ഇസ്ലാമും ബിന്യാമീനും ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മ മരിച്ച മക്കളോടുള്ള ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ ഈ 2 മക്കളോട്, ബിന്യാമീനോടും യൂസുഫ് നബിയോടും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ തനിക്ക് പ്രത്യേക താല്പര്യം അവരോടുണ്ട് എന്നത് മറ്റു മക്കൾക്ക് അറിയാമായിരുന്നു, സഹോദരങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സഹോദരന്മാർക്ക് ഇവരോട് 2 പേരോടും സ്വാഭാവികമായും ഒരു ചെറിയ അസൂയയും കുശുമ്പുമൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ അവസ്ഥ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മഹാനരായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നത് എന്ത്? യാ ബത്തി, എന്റെ പൊന്നുപ്പ, ഇന്നി റായിത്തു അഹദാശറ കൗകബ, ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. അതേപോലെ വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും കണ്ടു. റായിത്തുഹും ലി സാജിദീൻ, അവരെനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നത്. ആ 11 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഈ 11 സഹോദരങ്ങളാണ്. ബിന്യാമീൻ ഉൾപ്പെടെയുള്ള 11 സഹോദരങ്ങളാണ്. അതേപോലെ സൂര്യനും ചന്ദ്രനും എന്ന് പറഞ്ഞത് പിതാവും മാതാവുമാണ്. അതായത് വാപ്പയായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും ഉമ്മയായ റാഹേലുമാണ്. പക്ഷേ ഇവിടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഉമ്മ എന്ന് പറയുമ്പോൾ അവിടെ ഇളയമയാണ് ഉദ്ദേശം. അതായത് റാഹേൽ എന്നവരുടെ സഹോദരി തന്നെയായിരുന്നു ലയ്യ. അപ്പോ ആ സഹോദരി അൽ മൻസിലത്തു അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മി എന്ന് പറയാറുണ്ടല്ലോ. ഇളയമ, ഉമ്മാന്റെ സഹോദരി ഉമ്മാന്റെ സ്ഥാനത്താണെന്ന് പറയും. ആ അർത്ഥത്തിലാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. കാരണം ഉമ്മ നേരത്തെ മരിച്ചുപോയി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് പണ്ഡിതന്മാർ ഖുർത്തുബി തങ്ങളും മറ്റൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ശരി, ഈ 11 ആളുകൾ ഈ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന് മഹാനരായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു തീരുമ്പോ തന്നെ നോക്കൂ, ആ 11 നക്ഷത്രങ്ങൾ ഇബ്നു കസീർ ഇവിടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്താണ്? യഹൂദികളിൽപ്പെട്ട ഒരാൾ, മുസ്താനത്തുൽ യഹൂദി എന്ന് പറയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹം നബി തങ്ങളോട് പറഞ്ഞു, അഖ്ബിർനി അനിൽ കവാകിബില്ലത്തി റആഹ യൂസുഫു അന്നഹാ സാജിദത്തുല്ലാ, തനിക്ക് സുജൂദ് ചെയ്തു എന്ന് പറയുന്ന ആ നക്ഷത്രങ്ങളുണ്ടല്ലോ 11 അതാരാണ്? മാ അസ്മാഉഹ, ആ നക്ഷത്രങ്ങളുടെ പേരെന്താണ് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് ഒരു ജൂതൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് പറഞ്ഞു.
അപ്പോ ഫസക്കത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅതൻ ഫലം യുജിബുഹു ബിശൈഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി ഒന്നും പറയാതെ അല്പസമയം മൗനം പാലിച്ചു. എന്തു പറയണം എന്ന ചിന്തയിൽ മറുപടി പറയാതെ മൗനം പാലിച്ചു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ആ 11 നക്ഷത്രങ്ങളുടെ പേരുകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അപ്പൊ ബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി, ആ ജൂതൻ അവിടുന്ന് പോയിരുന്നു. മറുപടി ഒന്നും കിട്ടാതായപ്പോ അദ്ദേഹത്തിലേക്ക് നബിതങ്ങൾ ആളെ അയച്ചു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് നബിതങ്ങൾ ചോദിച്ചു, ഹൽ അൻത മുഅ്മിനുൻ ഇൻ അഖ്ബർതുക ബിഅസ്മാഇഹ, അവരുടെ പേര് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ഖാല നഅം, അയാൾ പറഞ്ഞു അതെ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ ആ 11 ആളുകളുടെയും പേര് വിശദീകരിച്ചു കൊടുത്തു. ഖർത്താൻ, ഫാരിഖ്, ദൂബാൽ, ദുൽകനഫാത്ത്, ഖാബിസ്, വസാബ്, അമൂദാൻ, ഫൈലഖ്, മുസ്ബഹ്, ലറൂഹ്, ദുൽഫറഖ് എന്നിങ്ങനെ അവരുടെ പേരുകൾ വിശദീകരിച്ചു കൊടുത്തു. ആ പേരുകൾ വിശദീകരിച്ചു കൊടുത്തപ്പോ ഈ ജൂതന് നേരത്തെ ആ പേരുകൾ അറിയാം. അയാൾ പറഞ്ഞു വല്ലാഹി ഇന്നഹാ ലഅസ്മാഉഹ, ആ 11 നക്ഷത്രങ്ങളുടെ പേരുകൾ അത് തന്നെയാണ്, മാറിയിട്ടില്ല എന്ന്. ഏതായാലും അങ്ങനെ ആ ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇത് പറഞ്ഞപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഖാല, യാക്കൂബ് നബി പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തഖസുസു റുയാക, നിന്റെ ചരിത്രം, നിന്റെ ഈ സ്വപ്നം അത് നീ പറയരുത്, അലാ യഖ്വതിക, നിന്റെ സഹോദരങ്ങളോട് പറയരുത്, ഫയക്കീദുലക കൈദാ, കാരണം നേരത്തെ തന്നെ അവർ ചൊരിക്കലാണ്. നിങ്ങൾക്ക് എന്നോട് എനിക്ക് നിന്നോട് പ്രത്യേക സ്നേഹമുണ്ട് എന്നുള്ളൊരു തോന്നലിന്റെ മക്കൾ നിൽക്കുകയാണ്. സ്നേഹം പറഞ്ഞത് മനസ്സിന്റെ വികാരമാണ്, അതെല്ലാവരോടും ഒരേ അളവിൽ ഉണ്ടാക്കാൻ കഴിയില്ല. അതേസമയത്ത് മക്കൾക്കിടയിൽ നീതി പാലിക്കണം. അവർക്ക് നൽകുന്നതിലൊക്കെ, അതായത് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിലും മറ്റുമൊക്കെ മക്കൾക്കിടയിൽ ഏറ്റവ്യത്യാസം വരുത്താതിരിക്കണം എന്നുണ്ട്. അതേസമയത്ത് മനസ്സിന്റെ ഉള്ളിലുള്ള താല്പര്യമാണ് സ്നേഹം എന്ന് പറഞ്ഞത്. അതെല്ലാവരോടും ഒരേ അളവിൽ ഉണ്ടാക്കാൻ കഴിയില്ല. അത് അവരുടെ പെരുമാറ്റവും സ്വഭാവവും കൂടെ അത് അങ്ങോട്ടുണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, നേരത്തെ തന്നെ നിന്നോട് നിന്റെ സഹോദരങ്ങൾക്ക് ചെറിയ അസൂയയുണ്ട്. ഇങ്ങനെ ഈ സ്വപ്നം കണ്ടാൽ ഇപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്തായാലും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ സുജൂദ് ചെയ്യണത് കണ്ടു പറഞ്ഞാൽ അതിന് വേറെ വ്യാഖ്യാനമൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഏതൊരാളുടെ മനസ്സിലേക്കും വരും എന്തൊക്കെയോ അംഗീകാരം കിട്ടാൻ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ തനിക്ക് എന്തെങ്കിലും അംഗീകാരം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവരുടെ അസൂയ ഒന്നുകൂടി മൂക്കും. അതുകൊണ്ട് ഫയക്കീദുലക കൈദാ, അപ്പൊ നിനക്കെതിരെ അവർ ചില കുതന്ത്രങ്ങൾ മെനഞ്ഞുണ്ടാക്കും. കാരണം ഇന്ന ശൈത്താനുൽ ഇൻസാനി അദുവ്വു മുബീൻ, നിശ്ചയം പിശാജ് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അപ്പൊ ആ പിശാജ് എന്താവും വെച്ചാൽ അതിന്റെ ഇടയിൽ നന്നായിട്ട് കളിക്കും. അങ്ങനെ നിങ്ങൾക്കിടയിലുള്ള ഇപ്പൊ തന്നെയുള്ള മാനസികമായിട്ടുള്ള അകൽച്ച അത് നന്നായിട്ട് വർദ്ധിക്കാൻ പിശാജ് പണിയെടുക്കും എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു മസ്അല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുഫസ്സിറുകളും തന്നെ അവരുടെ തഫ്സീറുകളിൽ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. ഇവിടെ എന്താണത്? ഒരു സ്വപ്നം നമ്മൾ കണ്ടാൽ ആ കണ്ട സ്വപ്നം സന്തോഷകരമായ സ്വപ്നമാണെങ്കിൽ നമ്മളോട് അസൂയയില്ലാത്ത, നമ്മുടെ പുരോഗതിയിലും നമ്മുടെ വിജയത്തിലുമൊക്കെ സന്തോഷിക്കുന്ന ആളുകളോട് മാത്രമേ അത് ഷെയർ ചെയ്യണമെങ്കിൽ ചെയ്യാവൂ. ചെയ്യണമെന്നൊന്നുമില്ല, അഥവാ ചെയ്യുകയാണെങ്കിൽ അവരോടേ ഷെയർ ചെയ്യാവൂ. അതേസമയത്ത് വിഷമകരമായ വല്ല സ്വപ്നം, പേടിപ്പെടുത്തുന്നതോ ബേജാറുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ദുഃഖകരമായിട്ടൊക്കെ ഉള്ള വല്ല സ്വപ്നവും കണ്ടാൽ ആ സ്വപ്നം നമ്മൾ ഒരാളോടും പറയാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറിച്ച് എന്ത് വേണം? നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ, ആ സ്വപ്നം കണ്ട് നമ്മൾ ഉണർന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 തവണ ചൊല്ലുകയും ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും. തുപ്പ എന്ന് പറഞ്ഞാൽ തുപ്പുനീര് പുറത്തേക്ക് വരണമെന്നൊന്നുമില്ല, തുപ്പുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള തുപ്പൽ. അങ്ങനെ തുപ്പുകയും നിലവിൽ കിടക്കുന്ന പൊസിഷൻ ഏതാണെങ്കിൽ അവിടെ നിന്ന് മാറിക്കിടക്കുകയും ചെയ്യുക. ഇത്രയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഫഇന്നഹാ ലൻ തളുറഹു, ആ സ്വപ്നം അവനെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന്. അപ്പോ ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ അതിന്റെ വ്യാഖ്യാനവും ചോദിച്ചിട്ട് മറ്റുള്ള ആളുകളോട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ റസൂലുള്ള പറയരുത് എന്ന് പറഞ്ഞ ഒരു സംഗതിയെ നമ്മൾ ലംഘിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഒരു കൽപ്പന നമ്മൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഹദീസിൽ കൃത്യമായിട്ട് വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മഹാനായ ഇമാം ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം.
വലിഹാദ, അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് സ്വപ്നത്തിന്റെ കാര്യം പറയരുത്, നിന്റെ സഹോദരങ്ങൾ നിനക്ക് ചതിണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ, അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ് വലിഹാദ സബത്തത്തി സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളിൽ നിന്ന് നബിചര്യ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അന്നഹു ഖാല, മുത്തുനബി പറഞ്ഞു, ഇദാ റഅ അഹദുക്കും മാ യുഹിബ്ബു, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവന് ഇഷ്ടമുള്ള വല്ല സ്വപ്നവും കണ്ടാൽ ഫൽ യുഹദ്ദിസ് ബിഹി, അതുകൊണ്ട് അവന് വർത്തമാനം പറയട്ടെ. ചില റിപ്പോർട്ടുകളുണ്ട് ആ വർത്തമാനം പറയേണ്ടത് ആരോടാണ്? അവനോട്, അവന്റെ നന്മയിൽ സന്തോഷിക്കുന്നവരോട് വേണമെങ്കിൽ പറയട്ടെ. അതേസമയത്ത് വൈദാർ ആമായ യക്റഹു, അവൻ വെറുക്കുന്ന വല്ലതുമാണ് സ്വപ്നം കണ്ടതെങ്കിൽ ഫല്യതഹബ്ബൽ ഇലാ ജംബിഹിൽ ആഖിറ, അവന്റെ മറുവശത്തേക്ക് അവൻ തിരിഞ്ഞു കിടക്കട്ടെ, നിലവിൽ കിടക്കുന്ന പൊസിഷനിൽ നിന്ന് മാറിക്കിടക്കുക. വൽ യത്ഫുല്ലൻ യസാരിഹി സലാസൻ, ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും ചെയ്യുക. വൽ യസ്തഈദ് ബില്ലാഹി മിൻ ശർരിഹ, അല്ലാഹുവോട് ആ സ്വപ്നത്തിന്റെ ശല്യത്തെ തൊട്ട് കാവൽ തേടുകയും ചെയ്യുക. വലാ യുഹദ്ദിസ് ബിഹാ അഹദൻ, ഒരാളോടും, സ്നേഹിതനോടും ദേഷ്യക്കാരനോടും ശത്രുവിനോടും ഒന്നും ആ സ്വപ്നത്തെക്കുറിച്ച് അവൻ പറയരുത്. ഫഇന്നഹാ ലൻ തളുറഹു, അങ്ങനെ അവൻ ഈ രൂപത്തിൽ പ്രവർത്തിച്ചാൽ ആ സ്വപ്നം അവനെ ബുദ്ധിമുട്ടാക്കൂല. അല്ലാതെ നമ്മൾ ബേജാറാക്കുന്ന ഒരു സ്വപ്നം കണ്ടിരിക്കണ്, എന്താ ഇതിന്റെ വ്യാഖ്യാനം എന്ന് ചോദിച്ച് നടക്കണ്ടാണ്. നമ്മളെ നാട്ടിൽ പല ആളുകൾക്കുള്ളൊരു സ്വഭാവമാണത്, ഒരു പണിയാണത്. അത് മുത്തുനബിന്റെ കൽപ്പനയ്ക്കെതിരാണ്. അതുകൊണ്ട് മോശമായ സ്വപ്നം കണ്ടാൽ ഒന്നും ചിന്തിക്കേണ്ടയില്ല, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം 3 തവണ ചൊല്ലുക, ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുക, നിലവിലുള്ള സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുക. ഇത്രയും ചെയ്താൽ മതീന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നല്ല സ്വപ്നം കണ്ടാൽ തന്നെ അത് നമ്മളോട് വെറുപ്പില്ലാത്തവരോടെ പറയാവൂ എന്നുമുണ്ട്. കാരണം എന്താ? ഫഇന്ന കുല്ലദീ നിഅമത്തിൻ മഹ്സൂദ്, അനുഗ്രഹങ്ങൾ ലഭിച്ചവരോടൊക്കെ അസൂയ വെക്കാൻ ആളുണ്ടാകും. അപ്പൊ അതുകൊണ്ട് പരമാവധി അസൂയക്കാർക്ക് അസൂയ ഉണ്ടാവാനും അവരുടെ കുരു പൊട്ടിയൊലിക്കാനൊന്നുള്ള സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. അങ്ങനെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിന്റെ സഹോദരങ്ങളോട് അത് പറയരുത്. കാരണം പിശാച് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. ആളുകൾക്കിടയിൽ ഭിന്നിപ്പും വിള്ളലും ഉണ്ടാക്കുക എന്നതാണ് അവന്റെ ഏറ്റവും ഇഷ്ടവിനോദം. അതുകൊണ്ട് അതിന് വേദിയൊരുക്കണ്ട എന്ന്. എന്നിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതാണ്, വകദാലിക യജ്തബീക റബ്ബുക, ഇപ്രകാരം മോനെ നിങ്ങളെ അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്നതാണ് ഈ രൂപത്തിൽ. അതായത് പിന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് വലിയ അംഗീകാരം തരുന്നതാണ്. പിന്നെ വയുഅല്ലിമുക മിൻ തഅ്വീലിൽ അഹാദീസി, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയാനുള്ള അറിവും നിങ്ങൾക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തരും. വയുതിമ്മു നിഅമതഹു അലൈക, അല്ലാഹുവിന്റെ അനുഗ്രഹം അവൻ നിങ്ങളുടെ മേലിൽ പൂർത്തിയാക്കി തരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം കൊണ്ടും അതേപോലെ തന്നെ റിസാലത്ത് കൊണ്ടുമൊക്കെ നിങ്ങൾ ആദരിക്കപ്പെടുന്ന അവസ്ഥ വരുമെന്നർത്ഥം. ഭാവിയിൽ വരാൻ പോണ സംഗതികൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം നേരത്തെ തന്നെ ദീർഘദർശനം ചെയ്യാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്തു തരും വഅലാ ആലി യാക്കൂബ, യാക്കൂബ് നബിന്റെ കുടുംബത്തിനും അല്ലാഹു തആല അനുഗ്രഹം ചെയ്തു തരും. അപ്പൊ നിങ്ങൾക്ക് പ്രവാചകത്വം നൽകുക, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തരുക, അതേപോലെ തന്നെ ഈജിപ്തിന്റെ അധികാരത്തിന്റെ ഉന്നത സോപാനത്തിൽ വിരാജിക്കാനുള്ള അവസരമുണ്ടാക്കി തരിക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാവിയിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളുമാണ് ആ പ്രഖ്യാപനത്തിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത്. അത് മുഖേന യാക്കൂബ് നബിന്റെ കുടുംബത്തിനും അല്ലാഹു അനുഗ്രഹം ചെയ്തു തരും എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു സന്തോഷകരമായ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റും ഗുണഫലവും കുടുംബത്തിനും അനുഭവിക്കാൻ അല്ലാഹു തആല അവസരം തരും. അപ്പൊ കുടുംബത്തിന് കഷ്ടപ്പാടുണ്ടാക്കാത്ത, അവർക്ക് പരമാവധി അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുന്ന മകനായി നിങ്ങൾ ഭാവിയിൽ വളരുമെന്ന പ്രഖ്യാപനം കൂടി അതിന്റെ അകത്ത് കാണാമെന്നർത്ഥം. എന്നിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, കമാ ചമ്മഹ അലാ അബവൈക മിൻ ഖബൽ, മുമ്പ് നിങ്ങളുടെ പിതാക്കൾക്ക് അല്ലാഹു തആല അനുഗ്രഹം പൂർത്തിയാക്കി കൊടുത്തതുപോലെ ഇബ്രാഹിം ഇസ്ഹാഖ്, ഇബ്രാഹിം നബിക്കും ഇസ്ഹാഖ് നബിക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കി കൊടുത്തതുപോലെ, അതായത് അവർക്കും അല്ലാഹു പ്രവാചകത്വം നൽകി, മറ്റു ധാരാളം അനുഗ്രഹങ്ങൾ നൽകി, ഖലീൽ എന്ന സ്ഥാനം നൽകിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ചത്. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിനും വലിയ പ്രാധാന്യവും പ്രത്യേകതയും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രത്യേകതകൾ നിങ്ങൾക്കും അല്ലാഹു തആല നൽകും. ഇന്ന റബ്ബക അലീമുൻ ഹക്കീം, നിശ്ചയം തങ്ങളുടെ നാഥനായ അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ കാത്തിരിക്കുക. ഒരിക്കലും ജീവിതത്തിൽ ശത്രുക്കൾക്ക് ഒരു വടി കൊടുക്കുന്ന സമീപനം സ്വീകരിക്കണ്ട എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മകനോട്
സ്നേഹത്തോടുകൂടെ ഉപദേശിച്ചു. കുടുംബകലഹം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.